അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ്. പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന, നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു വലിയൊരു അമല് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഈ അമല് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും രക്ഷപ്പെടും എന്ന 100% ഉറപ്പാണ്. അത്രക്കും ഫലമുള്ള ഒരു അമലാണ്. എനിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതുപോലെ എനിക്ക് അറിയപ്പെടുന്നവരിലും ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയവരുണ്ട്, ഞാനുമായിട്ട് പങ്കുവെച്ചവരുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു അമല് ചെയ്യാം. നമ്മുടെ ഈ ദുനിയാവിൽ എല്ലാം തികഞ്ഞവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല. സമ്പത്തുള്ളവർക്ക് ഒന്നെങ്കിൽ അസുഖമുണ്ടാവും, അല്ലെങ്കിൽ മക്കളുണ്ടാവും, അല്ലെങ്കിൽ മക്കളുള്ളവർക്ക് സമ്പത്തുണ്ടാവില്ല, രണ്ടുമുള്ളവർക്ക് അസുഖമുണ്ടാവും. എന്തെങ്കിലും ഒരു ജീവിതത്തിലെ പ്രശ്നങ്ങൾ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ കടമുണ്ടാവും, ധാരാളം കടം വന്ന് പ്രയാസപ്പെടുന്നവരുണ്ടാവും, വീടില്ലാത്തവരുണ്ടാവും. നമ്മുടെ ഈ ദുനിയാവിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവുമല്ലോ. നമ്മുടെ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമാണ് ഈ ദുനിയാവിൽ ഇതുപോലൊരവസ്ഥ വന്നത് എന്ന്. ഒരിക്കലും അല്ല. നമ്മൾ നമ്മളുടെ മുകളിലുള്ളവരെ നോക്കിയിട്ട് നമ്മൾ ആ ഒരു എകരത്തിൽ നമ്മുടെ ജീവിതവും എത്തണം എന്ന് ആഗ്രഹിക്കുമ്പോഴാണ് നമുക്കൊന്നുമില്ലാത്തതുപോലെ നമുക്ക് തോന്നുന്നത്. നമ്മൾ നമ്മുടെ താഴെ നമ്മളെക്കാളും കഴിവുകൾ കുറഞ്ഞവരെ നോക്കിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ അള്ളാഹുവിനോട് ദിവസവും പരാതി പറയുന്നതിന് പകരം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ മനസ്സറിഞ്ഞ് നമുക്ക് മനസ്സിലാക്കി അള്ളാഹുവിനോട് ഹംദ് പറയാനായിട്ട് കഴിയും. അപ്പോഴാണ് നമുക്ക് അള്ളാഹു വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തരിക. ചില വീഡിയോകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, അള്ളാഹു നമുക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും നമ്മൾ എണ്ണി എണ്ണി അള്ളാഹുവിനോട് ഹംദ് പറയണം. എന്നാൽ അള്ളാഹുവിന് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടും. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഇഹത്തിലും പരത്തിലും വിജയിക്കാനായിട്ട് കഴിയും. നമ്മൾ ഏത് അമല് ചെയ്യുമ്പോഴും നമുക്കതിനോടുള്ള ഒരു വിശ്വാസം വേണം. ഈ ഒരു അമല് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റബ്ബ് ഉത്തരം തരും, എൻ്റെ ദുആ സ്വീകരിക്കും, എൻ്റെ ആഗ്രഹം നിറവേറ്റി തരും, എൻ്റെ പ്രയാസങ്ങൾ മാറ്റിത്തരും, കടങ്ങൾ വീട്ടിത്തരും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വേണം. നിങ്ങൾ എന്തുമായിക്കോട്ടെ, ഏത് അമലായിക്കോട്ടെ, നിങ്ങൾ ചൊല്ലുമ്പോൾ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്തിട്ട് നിങ്ങളുടെ ആഗ്രഹം പറയുകയാണെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യേണ്ട രീതിയും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ആ ഒരു മുറാദിൻ്റെ പുറത്ത് ഓതുകയായിരിക്കും. അപ്പോൾ നിങ്ങൾ നിയത്ത് വെക്കേണ്ടത് ഇങ്ങനെയാണ്. ചിലർ നിയത്ത് വെക്കുക, അല്ലാഹ് എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി ഞാൻ ഈ സൂറത്ത് ഓതുന്നു എന്നാണ്. അങ്ങനെ നിയത്ത് വെക്കാൻ പാടില്ല. നിയത്ത് വെക്കേണ്ടത്, അള്ളാഹുവേ, എനിക്ക് ഇന്നാലിന്ന ആവശ്യങ്ങൾ നിറവേറാനുണ്ട്, എൻ്റെ ആഗ്രഹങ്ങളുണ്ട് മനസ്സിലുള്ളത്, ഹലാലാണെങ്കിൽ നീ സാധിപ്പിച്ച് തരണേ അള്ളാഹ്. എൻ്റെ ആ വഴി എളുപ്പമാക്കി തരാൻ വേണ്ടി അള്ളാഹ്, നിനക്ക് വേണ്ടി ഞാൻ ഈ സൂറത്തുകൾ ഓതുന്നു അള്ളാഹ്. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റി തരണേ അള്ളാഹ്. ഹൈറാണെങ്കിൽ എളുപ്പമാക്കി തരണേ അള്ളാഹ് എന്നാണ് നിയ്യത്ത് വെക്കേണ്ടത്. നമ്മുടെ നിയ്യത്ത് ശരിയാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും, ആവശ്യം നടക്കും. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് വളരെ വിലയേറിയ ഒരു സൂറത്താണ്. നമ്മുടെ മുത്ത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് ഓതാൻ പറഞ്ഞ ഒരു സൂറത്തുണ്ട്. നമ്മളോട് ദാരിദ്ര്യം മാറാൻ, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വാക്യ സൂറത്ത്, ദാരിദ്ര്യം മാറാൻ വേണ്ടി നമ്മളോടും നമ്മുടെ വീട്ടിലുള്ള മക്കളോടും എല്ലാവരോടും ഓതാനും അത് പതിവാക്കാനും പഠിപ്പിച്ചു തന്ന സൂറത്താണ്. ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് ദാരിദ്ര്യം ഉണ്ടാവില്ല, ആ വീട്ടിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. എങ്കിലും പതിവാക്കാത്തവർ ചിലരുണ്ടാവും. ഇനി മുതൽ പതിവാക്കുക. ഒരു വട്ടമെങ്കിലും ദിവസം നിങ്ങൾ പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതം വിജയത്തിലെത്തും. ഒരു ദിവസം ഓതിയിട്ട് ഫലമില്ല എന്ന് പറയരുത്. ഈ സൂറത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് ഓതാനുള്ള ഇത് ഞാൻ പറഞ്ഞു തരാം. ആ ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിചാരിക്കുന്നതിലും ജനങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതം മാറിക്കിട്ടും. അത് ഉറപ്പാണ്. ഈ സൂറത്ത്, വാക്യ സൂറത്ത്, നമുക്ക് പട്ടിണി മാറാനും ദാരിദ്ര്യം മാറാനും ആഗ്രഹങ്ങൾ നിറവേറാനും മാത്രമല്ല, ഈ സൂറത്ത് കൊണ്ട് വേറെയും ചില ഉപയോഗങ്ങളുണ്ട്. എല്ലാ രാത്രിയിലും വാക്യ സൂറത്ത് ഓതുന്നവർക്ക് ഒരിക്കലും ദാരിദ്ര്യം അനുഭവപ്പെടുകയില്ല. അതുമാത്രമല്ല, മയ്യത്തിനടുത്ത് ഓതിയാൽ ശിക്ഷ അകറ്റപ്പെടാൻ കാരണമാകും ഈ സൂറത്ത്. രോഗിയുടെ അടുത്ത് ഓതിയാൽ രോഗം ശമനമായി തീരും, രോഗം ശമനിക്കും. മരണാസന്ന രോഗിയുടെ അടുത്ത്
ഓതുന്നത് റൂഹ് പിടുത്തം ലളിതമാക്കാൻ സഹായിക്കും. പ്രസവം അടുത്തവളുടെ മേൽ ഓതുന്നത് പ്രസവം എളുപ്പമാക്കാനും സഹായിക്കും. ബാക്കി ആ സൂറത്ത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ്. ഇത് നിങ്ങൾ ഓതുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് നമുക്ക് ഹദീസിൽ കാണാം. ഇത്രയും ഫലങ്ങളുള്ള ഈ സൂറത്ത് നമ്മൾ ഒരു വട്ടമെങ്കിലും പാരായണം ചെയ്യാതെ ഉറങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഏറ്റവും വലിയ തെറ്റ് എന്ന് തന്നെ പറയാം. നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ്. നമുക്ക് ദാരിദ്ര്യം വന്നു പെട്ടാൽ അറിയാം ആ ഒരു അവസ്ഥ. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടിയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നിങ്ങൾക്ക് ഓതാവുന്നതാണ്. ഫലം ഇരട്ടിയായിരിക്കും. ദിവസവും അസറിന് ശേഷം 14 വട്ടം ദിവസവും ഓതിക്കഴിഞ്ഞാൽ വളരെ ഫലപ്രദമാണ്. നിങ്ങൾക്കൊരാഗ്രഹം മനസ്സിൽ നിയത്ത് വെച്ച് അതിയായ ആഗ്രഹം നിങ്ങൾക്ക് നടക്കാനുണ്ടെങ്കിൽ, അതിയായ ബുദ്ധിമുട്ടുകൾ മാറാനുണ്ടെങ്കിൽ ബാക്കി ആ സൂറത്ത് നിങ്ങൾ ഓതേണ്ടത് 41 വട്ടമാണ്. 41 വട്ടം ഒരേ ഇരുത്തത്തിൽ കിബിലക്ക് മുന്നിട്ട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനെ ഓർമ്മിച്ച് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലി സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് ഓതാൻ തുടങ്ങുക. 41 വട്ടം നേർച്ച വെച്ചിട്ട് ആ ഒരു നിസ്കാരപ്പായലിരുന്ന് ആരോടും സംസാരിക്കാതെ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ 41 വട്ടം ഇടമുറയാതെ ആ ഒരു ഇരുത്തത്തിൽ ഇരുന്നിട്ട് അവിടുന്ന് എഴുന്നേൽക്കൊന്നും ചെയ്യാതെ 41 വട്ടം നിങ്ങൾ ഓതി തീർക്കുക. നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി കുറച്ച് ഇരുന്നാലും നിങ്ങൾ എഴുന്നേറ്റ് പോവാതെ ആ ഒരു നിസ്കാരപ്പായയിൽ ഇരുന്നിട്ട് ഓതി തീർക്കുക. അപ്പോഴാണ് നമുക്ക് ഫലം ഇരട്ടിയായിട്ട് കിട്ടുക. ഉദ്ദേശങ്ങൾ എല്ലാം സാധ്യമാകും ഇങ്ങനെ ഓതിക്കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് ഭക്ഷണ കാര്യങ്ങളിൽ എന്ന് ഒരു ജ്ഞാനി പറഞ്ഞിരിക്കുന്നു, നമ്മുടെ കിതാബിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് വിശ്വസിച്ച് ഇത് പാരായണം ചെയ്യാം. ഇതുപോലെ ഓതിയിട്ട് ഒരുപാട് പേർക്ക്, ഒരുപാട് ഉമ്മമാർക്ക് ഫലം കിട്ടിയിട്ടുണ്ട്. നിസ്കാരപ്പായലിരുന്ന് 41 വട്ടം ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്തി മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തിട്ട് ബാക്കി ആ സൂറത്ത് ഓതാൻ തുടങ്ങുക. നിങ്ങൾക്ക് ഏത് സമയമാണോ, രാത്രിയായാലും പകലായാലും 41 വട്ടം ഓതി തീർക്കാൻ പറ്റുന്ന സമയം സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓതുക. രാത്രിയിലാണ് ഉത്തമമെങ്കിൽ അങ്ങനെ ഓതുക. നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ഓതുക. ഓതുന്നതിന് മുന്നേ 2 റക്അത്ത് ഹാജത്തിന് നിസ്കരിക്കുകയും കൂടി ചെയ്താൽ ഫലം ഇരട്ടിയാവും. അള്ളാഹുവിനോട് മാക്സിമം ദുആ ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും അതബോടുകൂടി ഇഖ്ലാസോടുകൂടി ചെയ്യുക. ആരും സംസാരിക്കാതെ നിങ്ങൾ ആരെയും ശല്യമില്ലാത്ത ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചെയ്യുക. ബാക്കി ആ സൂറത്തിൻ്റെ ഫലം ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. നിങ്ങൾക്ക് പിന്നീടൊരു ബുദ്ധിമുട്ടും വരില്ല. നിങ്ങളുടെ ആഗ്രഹം ഉടനടി നടക്കുന്നതായിരിക്കും. ബാക്കി ആ സൂറത്ത് 41 വട്ടം പാരായണം ചെയ്യാൻ ഒരു 2-3 മണിക്കൂർ മതിയാവും. നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറാൻ ഏതറ്റം വരെ നമ്മൾ പോകാൻ റെഡിയാവുമല്ലോ. അപ്പോൾ നമുക്ക് ഈ സൂറത്ത് ഓതി അള്ളാഹുവിൻ്റെ മുന്നിൽ താഴ്മയോടുകൂടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. ഉറപ്പായിട്ടും അള്ളാഹു നമ്മുടെ ദുആ തട്ടിക്കളയില്ല. അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഈ ദുആയിലൊക്കെ നിങ്ങൾ എന്നെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുക. അതുപോലെ പ്രവാസികളെയും ഉൾപ്പെടുത്തുക. പ്രവാസികളുടെ സന്തോഷത്തിനു വേണ്ടിയും അവരുടെ ഹൈറായ ജീവിതത്തിനു വേണ്ടിയും നിങ്ങൾ ദുആ ചെയ്യുക. പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ വിലയേറിയ ദുആയിൽ നിങ്ങളെയും കുടുംബത്തെയും ഉൾപ്പെടുത്തുമെന്ന് ഇൻഷാ അല്ലാഹ്. ജീവിതത്തിൽ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്.